നിങ്ങളൊരു വീഡിയോ മൊത്തത്തിലായിട്ട് അത് റെക്കോർഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് കളർ ഗ്രേഡ് ചെയ്യാനും എത്ര ആപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എൻ്റെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേറെ ആപ്പിലാണ്, അത് എഡിറ്റ് ചെയ്യാൻ വേറെ ആപ്പാണ്, കളർ ഗ്രേഡ് ചെയ്യാൻ വേറെ ആപ്പ്, എന്നിട്ട് അതിൻ്റെ മ്യൂസിക് എഡിറ്റ് ചെയ്യാൻ, അതിൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേറെ ആപ്പുകൾ യൂസ് ചെയ്യാറ്. അങ്ങനെ മൊത്തത്തിൽ 3-4 ആപ്പുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ 2-3 ആപ്പുകൾ യൂസ് ചെയ്യാറുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും. വീഡിയോ റെക്കോർഡ് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾക്ക് മാനുവലി ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് ലൈക്ക് ISO, ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ്, ടെമ്പറേച്ചർ, ടിൻറ്റ്, അതുപോലെ തന്നെ മാനുവൽ ഫോക്കസിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മാനുവലി കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാനും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യാനും അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മ്യൂസിക്കും ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റിയുള്ള ഒരൊറ്റ ആപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ അത് കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. സോ ഞാൻ ഇന്നത്തെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ Adobe Premiere Rush എന്നുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ Adobeൻ്റെ Premiere Pro എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ മൊബൈലിൽ ഇറങ്ങി വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിനകത്തും ഐഫോണിനകത്തും കിട്ടുന്നതാണ്, iOS-നകത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വേർഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് PC-യിൽ, വിൻഡോസിലും അതുപോലെ തന്നെ macOS-ലും കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇറങ്ങേണ്ടി കുറച്ചായി, പക്ഷേ കുറേ പേർക്ക് അറിയാത്തൊരു സംഭവമാണ് ഇതിനകത്തൊരു വീഡിയോ മാനുവൽ ക്യാമറ ആപ്പ് ഇതിനകത്ത് ഉണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ മാത്രമല്ല, എനിക്ക് ഫോട്ടോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന, ഓട്ടോ മോഡിലും പ്രോ മോഡിലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോനകത്ത് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ ആ ഒരു ആപ്പിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പ്രീമിയർ റഷ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറയും. നമ്മൾ സാധാരണ ലൈറ്റ് റൂമിലേക്ക് സൈൻ ഇൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പിൾ ID വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ ഫേസ്ബുക്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളങ്ങനെ സൈൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ലോഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. ആദ്യം പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലെറ്റ്സ് ഗോ എന്നാണ്, അത് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ബാക്ക് അടിക്കുക. കാരണം വെച്ചാൽ ഞാനതൊരു ട്യൂട്ടോറിയലാണ്, ജസ്റ്റ് അവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിപ്പം കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാവുന്നതാണ്. ഇത് മെയിനായിട്ട് ഒരു എഡിറ്റിംഗ് ആപ്പാണല്ലോ, അപ്പോൾ എഡിറ്റിങ്ങിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ താഴെ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ കാണാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആഡ് മീഡിയ ആണ്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ ടേക്ക് വീഡിയോ ഓർ ഫോട്ടോ എന്നാണ്. അത് നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാവുന്ന ആ ഒരു സംഭവം മാനുവൽ ക്യാമറ ആപ്പ് അതാണിത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ടേക്ക് വീഡിയോ ഓർ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങനെ മാനുവൽ ക്യാമറ ആപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ്ട് ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഇത് ഓട്ടോ മോഡിലാണുള്ളത്, ഇവിടെ കാണാൻ കഴിയും അല്ലേ, ഓട്ടോ മോഡിലാണ് ഇത് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് പ്രോ മോഡിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഓട്ടോ മോഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻസ്, മുകളിൽ ഗ്രിഡ് ലൈൻസ് ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ഓഫാക്കാൻ ഓണൊക്കെ ഉണ്ട്, പിന്നെ ടോർച്ച് എന്നുണ്ട്, അതിന് ഒരു സംഭവം. ഇപ്പോൾ പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറുന്ന ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് ഫോട്ടോയും ഇവിടെ ഫോട്ടോയും വീഡിയോയും നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ കഴിയുന്നതാണ്. ഇനി ഇത് പ്രോ മോഡിലേക്ക് മാറുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ഈ ഓട്ടോ മോഡിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് റെസൊല്യൂഷൻ ചെയ്യാൻ കഴിയുന്നില്ല, അത് 180p 4K ആയിരിക്കും, ഏറ്റവും ഹൈ സ്റ്റൈലായിരിക്കും അത് ഉണ്ടാവുക. ഇനി പ്രോ മോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് 180p. നിങ്ങളുടെ ഹാർഡ്വെയർ എങ്ങനെയാണോ അതിനനുസരിച്ച് റെസൊല്യൂഷൻ ഉണ്ടാവും. 180p 16 ഉണ്ടെങ്കിൽ അങ്ങനെ, 4K 16 ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഫോക്കസിങ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോ ഫോക്കസിലാണുള്ളത്, അത് നിങ്ങൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാനുവൽ ഫോക്കസിങ് ആണ്. കണ്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ മാനുവലി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഓട്ടോ ഫോക്കസ് വെച്ച് കഴിഞ്ഞാൽ അവർ രീതിയിൽ ഫോക്കസ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഒന്ന് മാനുവലി ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ല. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ വൈറ്റ് ബാലൻസ്. ഇപ്പോൾ വൈറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോ വൈറ്റ് ബാലൻസ് ഓൺ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പോലെ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വൈറ്റ് കറക്റ്റാക്കി വെക്കാം. അവർ കറക്റ്റായി വരുന്നുണ്ട്, പക്ഷേ അത് അവരിങ്ങനെ മാറി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് ബാലൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എക്സ്പോഷർ ബയസ് ആണ്. നമ്മൾ സാധാരണ എക്സ്പോഷറാണിത്. ഇങ്ങനെ കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO ഷട്ടർ സ്പീഡുമാണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ, ISO ഷട്ടർ സ്പീഡ്. അപ്പോൾ ഈ ഓട്ടോ എക്സ്പോഷർ ഓഫായി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോഷർ ബയാസ് ഓൺ ആവില്ല, കാരണം വെച്ചാൽ അത് എക്സ്പോഷർ ലോക്കായി കളഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ISOയും ഷട്ടർ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ തന്നെ 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ മെയിൻ എഡിറ്റിംഗ് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയലായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യും. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട്, ഇതാണ് ഹോം പേജ്. ഇതിനകത്തുനിന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ട വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിനകത്തുനിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് സിങ്ക് വിത്ത് സിസി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു Adobe Premiere Rushൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബാക്കി നിങ്ങൾക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോസൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ ഇതിനകത്ത് സംഭവം കിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയും. അപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള ചില എഡിറ്റിങ്ങിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 4K എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. അതിന് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഡിറ്റിംഗ് പേജിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എഡിറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അവിടെ ലോഡിങ് വരും. ആ ലോഡിങ് ഫുള്ളായി കഴിഞ്ഞാൽ ആ ഒരു സംഭവം ആ ഒരു വീഡിയോ ഇതിനകത്ത് വരും. ഓക്കെ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് പേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിംഗിൾ രീതിയാണുള്ളത്. ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് പ്രൊഫഷണൽ ലുക്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ ലുക്കിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഹൈഡ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലെയറിൽ മാത്രമുള്ള സംഭവങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സൗണ്ട് കുറക്കണമെങ്കിൽ അങ്ങനെ സൗണ്ട് കുറക്കാം. ലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ എനിക്കിവിടെ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് മുകളിൽ 3 ലെയർ ഉണ്ട്. ആ 3 ലെയറും വീഡിയോനും ഫോട്ടോനും അതുപോലെ തന്നെ ടെക്സ്റ്റിനും ഓവർലേനും കൂടി മൊത്തത്തിലാണുള്ള 3 ലെയർ. താഴത്തെ 3 ലെയർ വോയിസ് ഓവറിനും മ്യൂസിക്കിനും കൂടിയാണ്. മ്യൂസിക്കിൻ്റെ സംഭവങ്ങളാണ് താഴത്തെ 3 ലെയർ. ഞാൻ വേണമെങ്കിൽ വീഡിയോൻ്റെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്താൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കാണാം. എന്നിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വരും. അത് നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മുകളിലേക്ക് ആ ഒരു സംഭവം വരുന്നതായിരിക്കും. ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ 3 ലെയർ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ലെയർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വേണ്ടില്ല ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് അങ്ങനെ ലൈൻ ലിമിറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ലെയറിനകത്ത് തന്നെയാണ് ടെക്സ്റ്റും വരുന്നത്. സോ ഈ 3 ലെയർ കടന്നു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് ആവശ്യം പറഞ്ഞതേ ഉള്ളൂ. കൈൻ മാസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെയർ എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ലെയർ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ക്രോമാക്കി കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ആനിമേഷൻ ഫ്രെയിമും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അല്ലാതെ പ്രൊഫഷണൽ ലുക്കിൽ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റിംഗ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഭവങ്ങളാണ്. കട്ടിങ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരുപാട് ലെയറുകൾ ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്ന് വെച്ചോ. അപ്പോൾ ഇതിനകത്ത് എനിക്കിപ്പോൾ ഈ ഒരു സംഭവം മാത്രം ഡിലീറ്റ് ആക്കേണ്ട, ബാക്കിയെല്ലാം മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു യെല്ലോ ഐക്കൺ കണ്ടില്ല, ഒരു ലെയറിനുള്ളിൽ അത് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് വേണ്ടതുള്ളത്, ബാക്കിയെല്ലാം ഡിലീറ്റ് ആക്കണം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്കത് മാത്രം മൊത്തത്തിൽ 2 ലെയറാണ് ഇതിനെ സെലക്ട് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടില്ല, അത് മൊത്തത്തിൽ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് മാത്രം വെച്ചിട്ട് ബാക്കി സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കളർ കറക്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാണല്ലോ ഞാനത് പറഞ്ഞ മെയിൻ സംഭവം. അപ്പോൾ ഇതാണ് കളർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ വരും. ഒരുപാട് ഫിൽറ്റേഴ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോണിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എയറി, അസ്യൂർ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഫിൽറ്റേഴ്സാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാനുവലി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. എക്സ്പോഷർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വെറുതെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതെല്ലാ ഒരു വീഡിയോനകത്തും ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഈ ഒരു ലെയറിന് മാത്രമാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മറ്റ് വീഡിയോസിനകത്തും മറ്റ് ലെയറിനുള്ള കാര്യത്തിനകത്തൊക്കെ ഈ ഒരു സംഭവം ഈ ഒരു
കളർ കറക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനകത്തും ഈ ഒരു കളർ കറക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത എല്ലാ വീഡിയോനകത്തും ഈ അപ്ലൈ ടൂൾ ഈ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കളർ കറക്ഷൻ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെ സേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇത് പിന്നീട് ഇതുപോലൊരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ രീതിയിൽ ഇതേ ലൈറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇത് പ്രീസെറ്റ് ആയിട്ട് എഴുതി കൊടുക്കാം. നമ്മൾ ലൈറ്റ് റൂമൊക്കെ ചെയ്യുന്ന പോലെ. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ഓപ്ഷൻസ് ആണ്, അത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രീസെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മെയിൻലി നമ്മളൊരു വീഡിയോസ് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഞാൻ ഇരുന്ന പോലെ ലൈറ്റിംഗ് കണ്ടീഷനകത്ത് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടുന്നതാണ്. കാരണം ഞാൻ പിന്നീട് അതേ രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ യുവർ പ്രീസെറ്റ് ആണ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ സൂ കണ്ടില്ലേ, ആ ഒരു സംഭവമുണ്ട്. നമുക്ക് ഒരുപാട് പ്രീസെറ്റുകൾ കണ്ടില്ലേ, അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. വലിയൊരു ഉപകാരപ്പെട്ട സംഭവമാണ് ബ്ലോഗേഴ്സിനൊക്കെ. ഗ്രാഫിക്കിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഗ്രാഫിക് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റുകൾ, ഒരുപാട് ടെക്സ്റ്റുകൾ, ടൈറ്റിൽസ് എന്ന് വെച്ചാൽ ടെക്സ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രാൻസിഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ വീഡിയോ കഴിഞ്ഞ അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ വരുന്ന എഫക്റ്റാണ് ട്രാൻസിഷൻ. അതുപോലെ ഓവർലേസ് ഉണ്ട്, സബ്സ്ക്രൈബ് ഓവർലേ, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നെറ്റ് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് കിട്ടും. നമ്മൾ കൈൻ മാസ്റ്റർ അസസ് സ്റ്റോറിലെ പോലെ തന്നെയാണ്. അപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് മ്യൂസിക്കിലേക്ക് പോകാം. ഓഡിയോ എഡിറ്റിംഗ്. ഓക്കെ, ഓഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയോത്തിൻ്റെ ആ സംഭവത്തിലേക്ക് പോകും. അതിനകത്ത് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഉള്ളത് ഏതാണ്, നിങ്ങളിപ്പോൾ ഉപയോഗിച്ച മ്യൂസിക് ആണോ അല്ലെങ്കിൽ വോയിസ് ആണോ, എന്താണ് നിങ്ങളിവിടെ കൊടുക്കുക. വോയിസ് ആണെങ്കിൽ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എഡിറ്റിംഗ് ഇതിനകത്ത് കൊടുക്കും. ഓട്ടോ വോളിയം ഉണ്ട്, അത് കറക്റ്റ് വോളിയം കറക്റ്റ് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, എക്കോ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് വോയിസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മ്യൂസിക് ആണെങ്കിൽ അങ്ങനെ അതിനകത്തുള്ള എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓഡിയോ എഡിറ്റിംഗ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മെയിൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അതൊക്കെ ഞാൻ പറയുന്നില്ല, കാരണം ഇത് എല്ലാ എഡിറ്റിംഗ് ആപ്പിനൊന്നും ഇല്ല സംഭവമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ. എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ മുകളിൽ ഷെയർ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ക്വാളിറ്റി സെറ്റിംഗ്സ് ഇവിടെ ഉണ്ട്, ഓട്ടോമാറ്റിക്കലാണുള്ളത്. നമ്പറിൽ 4K എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിനനുസരിച്ചാണ് ഉണ്ടാവുക. പക്ഷേ 4K എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയൊക്കെ റെസൊല്യൂഷൻ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതും ആ ഒരു കറക്റ്റ് ക്ലാരിറ്റി കിട്ടുമായിരിക്കും, ആ ഒരു കറക്റ്റ് റെസൊല്യൂഷൻ കിട്ടുമായിരിക്കും. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ എക്സ്പോർട്ടിങ് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എക്സ്പോർട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് മറ്റ് പ്ലാറ്റ്ഫോമൊക്കെ കാണും. അതിനകത്തേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്തേക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊരു എസ്പെഷ്യലി നിങ്ങൾ യൂട്യൂബറോ അല്ലെങ്കിൽ വ്ളോഗറൊക്കെ ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മൊത്തത്തിലായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഉപകാരപ്പെടുത്തിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടെന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻഡ്രോയിഡിനകത്തും ഐഫോണിനകത്തും കിട്ടുന്നതാണ്, iOS-നകത്തും കിട്ടുന്നതാണ്. നിങ്ങൾ iOS ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടെങ്കിൽ എനിക്കൊരു ആപ്പ് സ്റ്റോർ എടുത്ത് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിനകത്ത് കിട്ടും, ഈ പറഞ്ഞ ഫോണുകളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഫോൺ ഈ ഒരു ഇതിലുള്ള ഫോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും കിട്ടുന്നു. ആൻഡ്രോയിഡിനകത്താണെങ്കിൽ നിങ്ങൾ ക്രോമിനകത്ത് APK എന്ന് സെർച്ച് കൊടുത്താൽ ഒരു ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു വെബ്സൈറ്റ് പോയിട്ട് ആ ഒരു APK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആക്കുക. അതൊരു പ്ലേ സ്റ്റോർ പോലത്തെ ഒരു അതിനകത്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക Adobe Premiere എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, കിട്ടും. ഇനി അങ്ങനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രോമിനകത്ത് നിങ്ങൾ വേർഷൻ ഏതാണോ, ആൻഡ്രോയിഡ് 9 ആണെങ്കിൽ ആൻഡ്രോയിഡ് 9 അതിൻ്റെ മുകളിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് 9 ആണെങ്കിൽ Adobe Premiere ആൻഡ്രോയിഡ് 9 എന്ന് സെർച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സെർച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താലും ഈ പറഞ്ഞ രീതിയിൽ ഡൗൺലോഡ് ചെയ്താലും ഒരേ രീതി തന്നെ കിട്ടുക, ഫ്രീ ആയിട്ടുള്ളൊരു വേർഷനായി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫ്രീ ആയിട്ട് വേർഷനിലകത്ത് നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, വാട്ടർമാർക്കും കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 180 വരെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. 4K എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ മ്യൂസിക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കളർ ഗ്രേഡിങ്ങിനൊന്നും ആവശ്യമൊന്നും വേണ്ട. അപ്പോൾ ഇനി ടെക്സ്റ്റ് ഓവർലേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ടെംപ്ലേറ്റുകൾ, അപ്പോൾ അതിലും ചില കാര്യങ്ങൾ ചിലതൊക്കെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മ്യൂസിക് എഫക്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത് കൊടുക്കാനാവില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ക്രോമിനകത്ത് അതിൻ്റെ മോഡ് ആപ്ലിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനത്ര റെക്കമെൻഡഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു ഓഡിയോ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാനുവൽ ക്യാമറ ആപ്പ് ഉണ്ടല്ലോ, ISO ഷട്ടറിപ്സിലൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് എത്ര ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ എനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ അടുത്തുള്ള വീഡിയോസ് ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.